ഇപ്പോൾ ഇടത് നിരീക്ഷകനായ റെജി ലൂക്കോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, സമ്മേളന കാലയളവിൽ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരുന്നു, അതും സംസ്ഥാന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്ന കൊല്ലത്ത് തന്നെ. ഈ നടപടി എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്ന ആദ്യ സംഭവമല്ല. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെന്ന് തന്നെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഇതിനു മുമ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പം അച്ചടക്കത്തിന്റെ എന്താ പറയാ, ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാത്ത ഏതൊരു ഘടകവും പിരിച്ചുവിടാനായിട്ട് അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാനായിട്ടും കാലങ്ങളായിട്ട് CPM എന്താ പറയാ ചെയ്യാറുണ്ട്. അത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമില്ല. അവിടെ വന്നിരിക്കുന്ന ചെറിയൊരു പ്രശ്നം ഊതിവീർപ്പിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് പാർട്ടിക്ക് അവബോധമുണ്ടാക്കുന്ന പ്രവർത്തികളെ ഒരിക്കലും പാർട്ടി അംഗീകരിക്കത്തില്ല. കാരണം ഈ പാർട്ടി അച്ചടക്കമുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്നതിലൊന്നും വലിയ പുതുമയുള്ളതായിട്ട് പറയാൻ പറ്റത്തില്ല. ഇതുപോലെയുള്ള അനഭിലഷണമായിട്ടുള്ള പ്രവർത്തികൾ തുടരുന്നുണ്ടെങ്കിൽ അത്തരം കമ്മിറ്റികൾ പിരിച്ചുവിടുകയും അവിടെ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കുകയും അതനുസരിച്ച് മുമ്പോട്ട് പോവുക, പിന്നീട് അവിടെ കമ്മിറ്റികൾ തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ CPM മാത്രം സാധിക്കുന്നൊരു സംഭവമാണ്. മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു തൻ്റെ ഇടം ഉണ്ടാകത്തില്ല. CPM സംബന്ധിച്ചോളം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആര് വന്നാലും പാർട്ടിക്കുള്ളിൽ പരിഹരിക്കാൻ നോക്കും. പരിഹരിച്ചിട്ടും അത് അല്ലാത്തൊരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ കടുത്ത നടപടിയിലേക്ക് ഉള്ളതാണ്. അത് കാലങ്ങളായിട്ട് CPM അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ അതിനകത്ത് വലിയ പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടുത്തെ ചില പ്രവർത്തകർ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ രണ്ട് സംസ്ഥാന നേതാക്കൾ കമ്മിറ്റി അംഗങ്ങളെ അവിടെ പൂട്ടിയിടുക, അത്തരം അനഭിലഷണീയമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത അതിനെതിരെ ശക്തമായ നടപടികൾ ഗോവിന്ദമാഷിന്റെ നേതൃത്വത്തിന് എടുത്തെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഒരു സംഘടനാ ഘടനയിലൂടെ പ്രവർത്തിക്കുന്ന രീതികൾ എങ്ങനെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയൊരു വിഭാഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ വാർത്തകളിൽ ഇടം പിടിച്ചപ്പോൾ പാർട്ടിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിന്റെ ആവശ്യം ആ പ്രവർത്തകർക്ക് ഇല്ലായിരുന്നു. അവർ പരസ്യമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം പാർട്ടിക്കുള്ളിൽ തന്നെ അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതാണ് ആയിരുന്നു അതിന് ശരി. കാലങ്ങളായിട്ട് ഈ പാർട്ടിയുടെ തന്റെ ഇടത്തിനപ്പുറത്തേക്ക് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ വനിതാ പ്രവർത്തകർ, അത് പ്രവർത്തകരെന്നങ്ങനെ ചുരുക്കി പറയാനാവില്ല, ഏരിയ തലത്തിലടക്കം വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികളായിരിക്കുന്നവർ, ജില്ലാ കമ്മിറ്റിയിലുള്ളവരൊക്കെയാണ്. അവർ പറഞ്ഞത് പെണ്ണുപിടിയന്മാരാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്, കോക്കസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. കേവല സംഘടനാ നടപടി കൊണ്ട് മാത്രം ആ ഡാമേജിനെ മറികടക്കാനാവുമോ? ഇല്ല, അതിനൊരു ഡാമേജ് ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല. പാർട്ടിയിൽ നിന്നും അകന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇന്നിപ്പോ ആലപ്പുഴയിൽ ഒരു പാർട്ടി നടപടി സ്വീകരിച്ച അസാൻമാർഗീയ പ്രവർത്തനങ്ങൾക്ക് എന്താ പറയാ, പാർട്ടി നടപടി സ്വീകരിച്ചൊരു വ്യക്തി ഇന്ന് BJPയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ഇത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ കാര്യമൊന്നുമില്ല. കാലങ്ങളായിട്ട് തന്നെ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാത്തവർക്ക്, ആ നിയമസംഹിതയിനുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റാത്തവർക്ക് അവർ മറ്റെന്തെങ്കിലും അക്കരപ്പശ തേടി പോകുന്നതിന് മുന്നോടിയായിട്ട് പറയുന്ന ഇത്തരം ജൽപ്പനങ്ങൾക്കൊന്നും വലിയ കാര്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ ലക്ഷ്യം വേറെയാണ്. അത്തരം ലക്ഷ്യക്കാർ അധികം നാൾ പാർട്ടി നിൽക്കത്തുമില്ല. ഇനി ആ സൂചനകൾ കിട്ടിയിട്ടുണ്ട്, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അതിൽ പ്രമായ കാര്യമൊന്നുമില്ല. CPM സംബന്ധിച്ചോളം ഇതൊരു പ്രതിസന്ധിയൊന്നുമില്ല. ഇത്തരം അനുഭവങ്ങൾ ഇതിനു മുമ്പ് കാലങ്ങളായിട്ട് തന്നെ ഉള്ളതാണ്. അല്ലാതെ ഒരു പുതിയൊരു സംഭവമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ശരി, നന്ദി. റെജി ലൂക്കോസ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. സാധാരണമായൊരു സംഘടനാ നടപടി ഇപ്പോൾ CPM സമ്മേളന കാലയളവിൽ തന്നെ കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനം സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു.